ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ജെ.സി. ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, സാർ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാമിനേഷൻ നടക്കാൻ പോവുകയാണ്. ഈ എക്സാമിനേഷനകത്ത് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഭാഗത്തിനകത്ത് സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്, ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ചാപ്റ്ററിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ മെഗാ മാരത്തോൺ നിങ്ങൾ മറക്കണ്ട, കൃത്യം 7 മണിക്ക് എല്ലാ ആൾക്കാരും പോകുന്നോ. നാളത്തെ എക്സാം നമുക്ക് ചെയ്യാം, സെറ്റാക്കാം. സോ മക്കളെ, നിങ്ങൾ നോക്കൂ. ആദ്യം തന്നെ ഇതേപോലെ തന്നെ നമ്മൾ പറയാണ് ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്, ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കണേ. ദ മെറ്റീരിയൽ കണ്ടീഷൻസ് ഓഫ് ദി ഗംഗ ബേസിൻ പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഐഡിയാസ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഷേപ്ഡ് ദീസ് മെറ്റീരിയൽ കണ്ടീഷൻസ്? BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പുതിയ ആശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ പ്രധാന പങ്കുവച്ചു. ഈ ഭൗതിക സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഘടകങ്ങൾ എന്തെല്ലാമാണ്? അപ്പൊ നോർത്ത് വെച്ചോളൂ മക്കളെ. പ്രധാനമായിട്ട് നമ്മൾ ഈ പറയുന്ന ബുദ്ധിസം, ജൈനിസം പോലുള്ള കൺസെപ്റ്റുകളൊക്കെ തന്നെ ഈ ഒരു ഗംഗയുടെ തീരങ്ങളിലെ ഈ ഒരു ഭാഗങ്ങളിലാണ് ബ്രെയിനായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു ഭാഗങ്ങളിലേക്ക് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലേക്കുള്ള പുതിയ ആശയങ്ങളൊക്കെ കടന്നു വന്നു? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോക്കണം, അതിനുള്ള സാഹചര്യം എന്താണ്. അതിൽ ഒന്നാമത്തെ മക്കളെ യൂസ് ഓഫ് അയേൺ വെപ്പൺസ് എന്നാണ്. അന്ന് ഇരുമ്പ് ഉപകരണങ്ങൾ എന്ത് ചെയ്തിരുന്നു, അതുപോലെ തന്നെ ഉപയോഗിച്ചിരുന്നു. ആ ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നന്നായി കൃഷി ചെയ്തു. അങ്ങനെ കൃഷിയിൽ നല്ല പുരോഗതി എന്ത് ചെയ്തു, ഉണ്ടായി. അതാണ് രണ്ടാമത്തത്. അപ്പോൾ നല്ല ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അഗ്രികൾച്ചർ പ്രോഗ്രസ് അല്ലെങ്കിൽ കൃഷിയുടെ പുരോഗതി ഉണ്ടായി. ഈ കൃഷിയുടെ പുരോഗതി ഉണ്ടായപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൂടുതൽ ഇതേപോലെ തന്നെ കൃഷി ചെയ്തപ്പോൾ ഓവറായിട്ട് എന്ത് ചെയ്തു, അവരൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിറ്റു. അങ്ങനെ അവിടെ എന്ത് ചെയ്തു, ട്രേഡ് ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ കച്ചവടം അല്ലെങ്കിൽ വ്യാപാരം എന്ത് ചെയ്തു വന്നു. ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കുന്നുണ്ടെങ്കിൽ ആ കേന്ദ്രം പിന്നീട് എന്തായി മാറുകയാണ്, പട്ടണങ്ങൾ അല്ലെങ്കിൽ സിറ്റീസ് ആയിട്ട് മാറുകയാണ്. അപ്പൊ നോക്കൂ മക്കളെ, എമർജൻസ് ഓഫ് ട്രേഡ്സ് ആൻഡ് സിറ്റീസ്, വ്യാപാരങ്ങളുടെയും നഗരങ്ങളുടെയും ഉദയം. അപ്പോൾ ഓർത്തു വെച്ചോളൂ ഗംഗയുടെ തീരങ്ങൾ ഉണ്ടായിരുന്ന മെറ്റീരിയൽ കണ്ടീഷനിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അയൺ വെപ്പൺസ്, ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ആ ഇരുമ്പ് ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് അവർ നന്നായി കൃഷി ചെയ്യുന്നു. അങ്ങനെ അഗ്രികൾച്ചർ പ്രോഗ്രസ് ഉണ്ടാകുന്നു. അങ്ങനെ അഗ്രികൾച്ചർ പ്രോഗ്രസ് ഉണ്ടായപ്പോൾ ഭയങ്കര സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായപ്പോൾ ബാക്കി വരുന്നത് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിൽക്കാൻ അവർ തുടങ്ങുന്നു, മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങുന്നു. അതോടുകൂടി ട്രേഡ് അല്ലെങ്കിൽ കച്ചവടം വ്യാപകമായിട്ട് തുടങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവർ വിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം പിന്നീട് സിറ്റീസ് അല്ലെങ്കിൽ വ്യാപാര നഗരങ്ങളായിട്ട് എന്ത് ചെയ്യാണ്, മാറുകയാണ്. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 പോയിന്റുകൾ. ഇതാണ് കേട്ടോ 3 പോയിന്റുകൾ. ഇതാണ്. അപ്പോൾ അത് പഠിച്ചു വെച്ചോളാം. യൂസ് ഓഫ് അയൺ വെപ്പൺസ്, അഗ്രികൾച്ചർ പ്രോഗ്രസ്, എമർജൻസ് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ്, ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗം, കൃഷിയുടെ പുരോഗതി, അതുപോലെ തന്നെ വ്യാപാരങ്ങളുടെയും നഗരങ്ങളുടെയും ഉദയം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബുദ്ധിസവും ജീനിസവും ഒക്കെ വളർന്നു വരാൻ സഹായിച്ചിട്ടുള്ള ഘടകങ്ങൾ. ഓർത്തു വെച്ചൂടാ. ഇനി മക്കളെ, അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ നോക്കൂ, ഇതിനകത്ത് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ബുദ്ധിസവും ജൈനിസവും. ഞാൻ ഇവിടെ വീണ്ടും പറയുന്നു മക്കളെ, ബുദ്ധിസവും ജൈനിസവുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിരിക്കും. നിങ്ങൾക്ക് 9th എക്സാമിനകത്ത്, ഓണം എക്സാമിനകത്ത് ബുദ്ധമതവും ജൈനമതവും തമ്മിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഉറപ്പാണ് മക്കളെ, അത് ഉറപ്പാണ്. മക്കളെ നിങ്ങൾ നോക്കിക്കോളൂ, നമുക്ക് മെയിൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ടിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇതൊരു ടിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചോദ്യം അടക്കണം. നോക്കൂ, ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഔട്ട് ദ ലിസ്റ്റ് ദ കോമൺ ഐഡിയാസ് പ്രൊപ്പോണ്ടഡ് ബൈ ബുദ്ധ ആൻഡ് മഹാവീര. മക്കളെ, ബുദ്ധനും മഹാവീരനും മുന്നോട്ട് വെച്ച പൊതു ആശയങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ബുദ്ധനും മഹാവീരനും മുന്നോട്ട് വെച്ച പൊതു ആശയങ്ങൾ എന്താണ്? കോമൺ ഐഡിയാസ് ആണ് എന്ത് ചെയ്യുന്നത്, കണ്ടെത്തി പറയാൻ പറ്റും കേട്ടോ. കോമൺ ഐഡിയാസ് എന്താണ് മക്കളെ? നമുക്ക് നോക്കാം. ബുദ്ധനും മഹാവീരനും മുന്നോട്ട് വെച്ച പൊതു ആശയങ്ങൾ എന്തൊക്കെയാണ് നോക്ക്. ബോത്ത് റിലീജിയൻ എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നോൺ വയലൻസ്. മക്കളെ, നമുക്കറിയാം 2 പ്രധാനപ്പെട്ട മതങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആശയം എന്ന് പറഞ്ഞാൽ അഹിംസയാണ്. അഹിംസയ്ക്ക് അവരെന്ത് ചെയ്തു, പ്രാധാന്യം കൊടുത്തു. ആൻഡ് ദേ അഗെയിൻസ്റ്റ് വർണ്ണവ്യവസ്ഥ, അവർ വർണ്ണവ്യവസ്ഥയെ എന്ത് ചെയ്തു, അവർ എതിർത്തു. അല്ലെ, വർണ്ണവ്യവസ്ഥയെ അവർ എതിർത്തിട്ടുണ്ട്. ദേ അഗെയിൻസ്റ്റ് വർണ്ണ സിസ്റ്റത്തിന് അവർ എന്ത് ചെയ്തു, എഗെയിൻസ്റ്റ് ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് വൺ നോക്ക്. സാൽവേഷൻ ക്യാൻ ഓൺലി ബി അച്ചീവ്ഡ് ത്രൂ നിർവാണ. അപ്പൊ അവരുടെ ഒരു വിശ്വാസ പ്രകാരം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരാൾക്ക് നിർവാണത്തിലൂടെ മാത്രമേ മോക്ഷം നേടാൻ പറ്റൂ എന്നാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഒരു കൺസെപ്റ്റ്. അതാണ് ഇത് 3ാമത്തത്. 4ാമത്തത് നോക്ക്. അവർ മറ്റുള്ളവരെ സഹായിക്കുകയും അവരുടെ മൂല്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലേ, ദേ ഹെൽപ്ഡ് ടു അതേഴ്സ്. നോക്കണേ, ദേ ഹെൽപ്ഡ് അതേഴ്സ് ആൻഡ് തോട്ട് ദെയർ വാല്യൂ ടു അതേഴ്സ്. അല്ലേ, അവർ മറ്റുള്ളവരെ സഹായിക്കുന്നു, അതേപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും കൂടി ചെയ്യുന്നു. അവരുടെ വാല്യൂസ് അവർ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും കൂടി ചെയ്യും. അതേപോലെ നോക്കൂ. ബോത്ത് റിലീജിയൻ സ്പ്രെഡ് ഇൻ മഗധ. ഈ 2 പ്രധാനപ്പെട്ട മതങ്ങളും, ബുദ്ധിസ്റ്റ് ആണെങ്കിലും ജൈനിസ് ആണെങ്കിലും, മെയിൻ ആയിട്ടും സ്പ്രെഡ് ചെയ്തത് എവിടെ വെച്ചാണ്? അത് മഗധയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ പറയാൻ പറ്റും ഈ രണ്ട് മതങ്ങൾ ജനനങ്ങളും അതുപോലെ തന്നെ ഈ 2 മതങ്ങളും ജനനത്തിന്റെയും പുനർജനത്തിന്റെയും ചക്രത്തിൽ വിശ്വസിച്ചിരുന്നു കേട്ടോ. ബോത്ത് റിലീജിയൻ ബിലീവ്സ് ഇൻ ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്ത്.
ഇതാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി മക്കളെ ശ്രദ്ധിക്കണം, ഈ പറയുന്ന കോമൺ ഐഡിയാസ് ഓഫ് ബുദ്ധ ആൻഡ് മഹാവീര, അല്ലെങ്കിൽ കോമൺ ഐഡിയാസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം കേട്ടോ. ബുദ്ധിസത്തിലും ജൈനിസത്തിലുള്ള പൊതുവായി കാണുന്നത് ഇത്രയാണ്. ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോളാം. റെഡി അല്ലേ, സെറ്റ് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളത് അശോകധർമ്മിയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് മക്കളെ. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം മക്കളെ, നോക്കൂ. നെയിം ദ ഐഡിയ പ്രൊപ്പഗേറ്റഡ് ബൈ എംപറർ അശോക ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് കോഎക്സിസ്റ്റൻസ് എമംഗ് ഹിസ് സബ്ജക്ട്സ് വിച്ച് വേർ ദെയർ മെയിൻ ഐഡിയാസ്. തന്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എഴുതുക. അങ്ങനെ ഒരു ചോദ്യം എന്ത് ചെയ്യാം, വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്കറിയാം ഈ പറയുന്ന അശോക ചക്രവർത്തി എന്താ മക്കളെ, ബി ടോളറന്റ് ടു അതർ റിലീജിയൻ അല്ലേ. അപ്പൊ അദ്ദേഹം മറ്റു മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. മറ്റു മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക, നമ്മൾ ടോളറന്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ മറ്റുള്ള റിലീജിയനെ റെസ്പെക്ട് ചെയ്യണം. നമ്മുടെ റിലീജിയൻ ഭയങ്കര സൂപ്പറാണ്, അത് അടിപൊളിയാണ്, ബാക്കിയുള്ളതൊക്കെ മോശമാണ്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവരുത്. എല്ലാ റിലീജിയനും നമ്മൾ എന്ത് ചെയ്യണം, ഭയങ്കരമായിട്ടും റെസ്പെക്ട് ചെയ്യണം. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നോക്ക്, റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. മുതിർന്നവരെയും ഗുരുക്കന്മാരെയും നമ്മൾ എന്ത് ചെയ്യുക, ബഹുമാനിക്കുക. മുതിർന്നവരെ, ഗുരുക്കന്മാരെ. ഇപ്പം എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ നിങ്ങളെക്കാൾ പ്രായം കുറവുള്ള ആൾക്കാരെ നിങ്ങൾ ബഹുമാനിച്ചോ, അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നവും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അതുകൊണ്ടൊക്കെ ഗുണമേ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ തരത്തിലേക്കുള്ള കുറെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ എന്ന് മനസ്സിലാക്കി കേട്ടോ. എല്ലാ ആൾക്കാരെയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഇനി അതേപോലെ മക്കളെ, ബി കൈൻഡ് ടു സ്ലേവ്സ് ആൻഡ് സിക്ക് അല്ലേ. ബി കൈൻഡ് ടു സ്ലേവ്സ് ആൻഡ് സിക്ക്. അടിമകളോടും ഇതുപോലെ തന്നെ രോഗികളോടും ദയ കാണിക്കുക. ദാറ്റ്സ് ഓൾ. ഇത്രയും മതി. അപ്പോൾ ഓർത്ത് വെച്ചോ, ബി ടോളറൻറ്റ്, സഹിഷ്ണുത കാണിക്കുക. അതുപോലെ റെസ്പെക്ട് എൽഡേഴ്സ് അല്ലേ, അതേപോലെ തന്നെ മുതിർന്നവരെയൊക്കെ തന്നെ ബഹുമാനിക്കുക. പിന്നെ ബി കൈൻഡ് ടു സ്ലേവ്സ് ആൻഡ് ദ സിക്ക് അല്ലേ, ഈ പറയുന്ന അടിമകളോടും രോഗിയോടും ദയ കാണിക്കുക. ദാറ്റ്സ് ഓൾ. ഇതാണ് മെയിൻ ഐഡിയാസ് ഓഫ് അശോകധർമ്മ. മക്കളെ ഓർത്ത് വെച്ചോ, അശോകധർമ്മയെ കുറിച്ചുള്ള അതിൻ്റെ ഐഡിയാസിനെ കുറിച്ച് എക്സാമിന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഏതാണ് ചോദ്യം എന്നല്ലേ മക്കളെ, ഇത് മാത്രമല്ല ഇനിയും ചോദ്യങ്ങൾ വരാനുണ്ട്. അതൊക്കെ നമ്മൾ എവിടെ പറയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നടക്കാൻ പോകുന്ന മെഗാ മാരത്തോണിൽ നമ്മൾ എന്ത് ചെയ്യും, പറയും. സോ മക്കളെ എല്ലാ ആൾക്കാരും മെഗാ മാരത്തോണിലേക്ക് പോരി. നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഫുൾ, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇനിയിപ്പോൾ നിങ്ങൾ കുത്തിരുന്ന് പഠിച്ച് ഈ വീഡിയോ കാണുന്ന ഈ ഒരു സമയം മുതൽ നിങ്ങൾ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു 5 ചാപ്റ്റർ ഒന്നും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ. നമുക്കൊരു 6 ചാപ്റ്ററിൻ്റെ എടുത്തതോളം നമുക്കുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊരു പെന്നും ഒരു ബുക്കും ആയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ പോന്നോ, നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റേഴ്സ് നമുക്കൊരു 2-3 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യാം, സെറ്റ് ആക്കി തരാം. നിങ്ങൾക്ക് തന്നെ സെറ്റ് ആക്കി തരാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓണം എക്സാം അത്യാവശ്യം ചില സബ്ജക്റ്റൊക്കെ അത്യാവശ്യം ടഫാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം പഠിക്കാനൊക്കെ ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മക്കളെ, ഞാൻ പറയുന്നു അതിനുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണ് ആക്ച്വലി സൈലത്തിൻ്റെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. നിഞ്ച ബാച്ചിനകത്താണെങ്കിൽ ഇപ്പോൾ അഡ്മിഷനൊക്കെ ഇതുപോലെ തന്നെ തുടരുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പുതിയൊരു ബാച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ മക്കൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിഞ്ചയുടെ ഭാഗമായി മാറുക. നിങ്ങൾക്ക് വേണ്ടി 3 പ്ലാനുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിഞ്ച ഇതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ആൾക്കാരും താഴെ കാണുന്ന നമ്പറായിട്ടുള്ള 9954000800 എന്ന് പറയുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്പർ മറക്കണ്ട, 9954000800. ഓക്കെ, റെഡി അല്ലേ മക്കളെ, റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ലൈവിൽ പറയാം. സോ ബൈ 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 മക്കൾസ്.